ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഗുജറാത്തി സ്പെഷ്യലായ ഢോക്ലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു കപ്പ് വെള്ളം ഒരു ബൗളിലെടുത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം നിംബു ഫൂൽ എന്ന് പറയുന്ന സിട്രിക് ആസിഡ് അതിൻ്റെ ക്രിസ്റ്റലാണ് അത് ഒക്കെ ഇട്ട് നന്നായി ഇളക്കിയെടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് 1.5 കപ്പ് കടലമാവിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഇട്ട് 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിടാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒഴിക്കാനുള്ള പാത്രമൊക്കെ ഒന്ന് ഓയിൽ ചെയ്ത് റെഡിയാക്കി വെക്കാം. 15 മിനിറ്റ് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എണ്ണ തേച്ച് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതിനെ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഡോക്ല ആവിയിലാണ് വേവിക്കേണ്ടത്. അതുകൊണ്ട് ഒരു വലിയ പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചാൽ നടുവിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഇത് മൂടി വെക്കാൻ പോകുന്നത്. എൻ്റെ 2 പാത്രത്തിലാണ് ഇപ്പോൾ മിക്സ് ഉള്ളത്. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിലും ഒരു വലിയ കടായിലായിട്ട് 2 സ്ഥലത്ത് ഞാൻ വെച്ചു. ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഡോക്ല ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സ്പോഞ്ചി ആയിട്ടുള്ള ഡോക്ല. ഇതിന് നമ്മൾ ഇതാ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇനി കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റ് ആണിതെന്ന്. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ലിക്വിഡ് നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മതി. നമുക്കൊരു ചെറിയ ചീനച്ചട്ടിയിൽ കടുകൊക്കെ വറുത്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് നന്നായി വഴറ്റി അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് ഇളക്കി നന്നായി തിളപ്പിച്ചെടുത്ത് ഞാൻ ഡോക്ലയിലേക്ക് ഒഴിക്കാനുള്ള ലിക്വിഡ് റെഡിയായി. അതിങ്ങനെ ഡോക്ലയുടെ മുകളിൽ നന്നായി ഒഴിച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ എടുത്ത് കഴിക്കാവുന്നതാണ്. എന്നാൽ ഡോക്ലയുടെ കൂടെ നല്ല ഇംലി ചട്നി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് അതുകൂടി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം. ചട്നിക്ക് കുറച്ച് പുളിയും മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ ചെറുനാരങ്ങയുടെ അളവിൽ പുളി എടുത്ത് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് വെല്ലമാണ് ചേർക്കുന്നത്. ഞാനിവിടെ വെല്ലം ഉരുക്കി സൂക്ഷിച്ച വെല്ലമാണ് ഉപയോഗിക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ വെല്ലം ഉപയോഗിക്കുന്നു. നിങ്ങൾ കട്ട് ചെയ്ത പീസായിട്ടുള്ള വെല്ലം വേണമെങ്കിൽ ഇടാം. അതിലേക്ക് കുറച്ച് ചുവന്ന മുളക്, ഉപ്പ്, പഞ്ചസാര, പിന്നെ കുറച്ച് ജീരകപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് ഇതിനെ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ലയുടെ കൂടെ കഴിക്കാനുള്ള അടിപൊളി ഇംലി ചട്നി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല സ്പോഞ്ചി ഡോക്ല ഈ ഒരു ചട്നിയിൽ മുക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഡോക്ല ഇതുവരെ കഴിക്കാത്തവരും കഴിച്ചവരും ഇതൊന്ന് ട്രൈ ചെയ്യുക.